ഇൻട്രോവേർട്ട്, സോഷ്യൽ ആൻസൈറ്റിയും അതുപോലെ തന്നെ വിർജിനുമായിട്ട് വിഷമിച്ച് കിടക്കുന്ന ഒരു പയ്യൻ. പക്ഷേ അവനാണെങ്കിൽ ആ കോളേജിൽ തന്നെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ കിട്ടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2019 റിലീസ് ചെയ്ത ഓ റമോന എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ആരംഭിക്കാൻ നമ്മളെ കാണിക്കുന്നത് ആൻഡ്രോനെയാണ്. ഇവനാണെങ്കിൽ ഇൻട്രോവേർട്ടാണ്, അതുപോലെ തന്നെ നല്ല സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരുത്തനുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം അവനൊരു പാർട്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവനൊരു ലവ് ഇൻട്രസ്റ്റ് ഉള്ള റമോന എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഡാൻസ് കളിക്കുന്ന അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ അവളുടെ കൂടെ പോയി ഡാൻസ് കളിക്കണമെന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഇവൻ ഇങ്ങനെ പേടിച്ച് അവിടെ ഇരിക്കും. ഇച്ചിരി കഴിയുമ്പോഴാണ് അവൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അവനെ നല്ലപോലെ പുഷ് ചെയ്യും, പോയി ഡാൻസ് കളിക്കാൻ പറഞ്ഞ്. അന്നേരം അവനൊരു പേടി പോലെ ഇരിക്കും. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡ്രിങ്ക്സ് എടുത്തടിക്കും. അത് കഴിയുമ്പോൾ അവനൊരു ധൈര്യം വരും. പിന്നീട് അവളുടെ കൂടെ പോയി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഡാൻസിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് അവന് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നത്. അവൻ ടോയ്ലറ്റ് ചെല്ലുമ്പോഴാണ് കാണുന്നത് അവിടെ അതിന് മുമ്പ് ആരോ യൂസ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ ഇരിക്കുമായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോഴാണ് റമോന വന്നിട്ട് അവൾ ഇനി ടോയ്ലറ്റിൽ പോവുകയാണ്, അവൾക്ക് മേക്കപ്പ് ഒക്കെ ഒന്നുകൂടെ ഇടാനാന്ന് പറയും. അപ്പോൾ ഇവനാണെങ്കിൽ അവളെ കടത്തി വിടാതിരിക്കും. കാരണം ഇവൻ്റെ തലയ്ക്കകത്ത് ആ ഫ്ലഷ് അടിക്കാത്തതിൻ്റെ കുറ്റം വന്നാലോ എന്ന് ഓർത്ത്. അങ്ങനെ ഇവൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേറൊരുത്തിന് ഇടിച്ച് കയറി ബാത്റൂമിലോട്ട് വരുന്നത്. അവൻ ബാത്റൂമിൽ ചെല്ലുമ്പോൾ അതേ വെള്ളം ഒഴിക്കാതെ എല്ലാം അതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നു. അവൻ തിരിച്ച് വന്നിട്ടാണ് അതെല്ലാം ആൻഡ്രോ ചെയ്തതെന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറയും. അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് കേൾക്കും. അവനാണ് നാണം കിടുകയും ചെയ്യും. പിറ്റേ ദിവസം ആൻഡ്രോനെ ആണെങ്കിൽ അവൻ്റെ അമ്മ സ്കൂളിൽ കൊണ്ടുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ അവൻ്റെ അമ്മയോട് പറയും ഇന്ന് വൈകുന്നേരം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കാൻ പോകാമെന്ന്. അങ്ങനെ വൈകുന്നേരമാണെങ്കിൽ അവൻ കമ്പൈൻ സ്റ്റഡിക്ക് പകരം അവരെല്ലാം കൂടെ വീണ്ടും പാർട്ടി പങ്കെടുക്കാൻ വേണ്ടി പോകും. അവൻ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും അവൻ റമോനെ തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം അവൻ അവളുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. കാരണം അവളായിരുന്നു ആ സ്കൂളിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ. അങ്ങനെ ഇത് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ വീണ്ടും വന്ന് അവനെ പുഷ് ചെയ്യും, പോയി അവളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ പറഞ്ഞ്. പക്ഷേ ആൻഡ്രോ ഇൻട്രോവേർട്ട്, സോഷ്യൽ ആൻസൈറ്റി ഉള്ളവനായതുകൊണ്ട് വീണ്ടും പേടിച്ചിരിക്കും. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ റമോനെ അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അവൾക്കാണെങ്കിൽ ഒരു വിർജിനായിട്ടുള്ള ബോയുമായിട്ട് ബന്ധപ്പെടണമെന്ന്. അങ്ങനെ അവൾ നോക്കുമ്പോൾ അവൾക്ക് പെർഫെക്റ്റ് ടാർഗറ്റ് ആയിട്ട് തോന്നിയത് ആൻഡ്രോ ആയിരുന്നു. അങ്ങനെ അവൾ പതിയെ ആൻഡ്രോൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ആൻഡ്രോ ആണെങ്കിൽ വളരെ സന്തോഷം തോന്നും, കാരണം അവൾ ഇവൻ്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ട്. അങ്ങനെ ഇച്ചിരി നേരം ഡാൻസ് കളിച്ച ശേഷം അവൾ അവനോട് പറയും തൊട്ട് മുകളിലത്തെ റൂമിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവരുടെ റൂമിലേക്ക് ചെല്ലും. അവിടെ വെച്ച് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് റമോന പറയുന്നത് അവൾക്ക് വിർജിനായിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ കൂടെ തന്നെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹമായിരുന്നത്. അപ്പോൾ ഇവനത് വന്ന് തുടങ്ങും അവൾക്ക് ഇവനോട് ഇഷ്ടമൊന്നുമില്ല, പകരം ഇതൊരു ചലഞ്ച് പോലെ ആണെന്ന്. അതുകൊണ്ട് അവനാണെങ്കിൽ അവളെ തട്ടി മാറ്റും, അവന് വലിയ താല്പര്യമില്ലെന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ റമോനയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യവും, കാരണം ആദ്യമായിട്ടായിരുന്നു ഒരാൺകുട്ടി അവളെ നിരസിക്കുന്നത്. അങ്ങനെ അവൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവും. പിറ്റേ ദിവസം റമോനയാണെങ്കിൽ ഈ ആൻഡ്രോനോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ആൻഡ്രോന് തന്നെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള പയ്യനുമായിട്ട് അവൾ സെറ്റാവും. അങ്ങനെ ഇത് കാണുമ്പോൾ ആൻഡ്രോനാണ് നല്ല അസൂയ തോന്നി തുടങ്ങും. അതിനുവേണ്ടി തന്നെയായിരുന്നു അവൾ ആൻഡ്രോനെ തന്നെ ഫ്രണ്ടുമായിട്ട് സെറ്റായതും. അങ്ങനെ ആൻഡ്രോ ആണ് രണ്ടും കൽപ്പിച്ച് അവൻ്റെ ക്ലാസ്സിലുള്ള ആ പയ്യനോട് പോയി സംസാരിക്കാൻ ഓർക്കും. അങ്ങനെ അവൻ പോയി അവിടെ സംസാരിക്കും, എന്നിട്ട് റമോനയുടെ കാര്യമൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ഒരു ഉടക്ക് പോലാവും. അങ്ങനെ ക്ലാസ്സിലുള്ള അവനാണെങ്കിൽ ആൻഡ്രോണ്ട് കയറി ഒറ്റ ഇടിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആൻഡ്രോ ആണെങ്കിൽ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയും 2 ദിവസത്തെ. അങ്ങനെ ഇത് കഴിയുമ്പോൾ അവൻ്റെ അമ്മ ദേഷ്യപ്പെട്ടിട്ട് പറയും അങ്ങനെയാണെങ്കിൽ ഈ അവൻ്റെ വിഷമങ്ങളെല്ലാം മാറാൻ വേണ്ടി ഉടനെ ഒരു വെക്കേഷന് പോകാമെന്ന് പറയും. അങ്ങനെ അവൻ്റെ അമ്മയാണെങ്കിൽ അവനെയും കൊണ്ട് വെക്കേഷന് വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവർ ഹോട്ടൽ റൂമിൽ തങ്ങാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആൻഡ്രോ ആണെങ്കിൽ മനസ്സുള്ള റമോനെ ഓർത്തിങ്ങനെ നടക്കുമായിരുന്നു. അന്നേരമാണ് ആ ഹോട്ടൽ റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണിനെ അവൻ കാണുന്നത്. പെണ്ണിനെ കണ്ട പാടെ തന്നെ അവന് റമോനെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും പോയി. പിന്നീട് ഈ പെണ്ണിനോട് അവനെ പറ്റി ക്രഷ് തോന്നി തുടങ്ങും. അങ്ങനെ ഇവനവിടെ ചെന്ന ആ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ആ പെണ്ണ് ആദ്യം ഇവൻ്റെ ഈ ഇൻട്രോവേർട്ട് സ്വഭാവവും അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റിയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവൾ ആദ്യം ഇവനെ കുറേ നേരം കളിയാക്കും. പക്ഷെ പിന്നീട് ഇവൻ്റെ ആ സംസാരത്തിലെ ആ നിഷ്കളങ്കതയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവൾക്ക് പതിയെ ഇവനൊരു ഇഷ്ടം തോന്നി തുടങ്ങും. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ അവളുടെ പേര് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തും. അവളുടെ പേരാണ് അനമോന എന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവളാണെങ്കിൽ ഇവനെ വൈകുന്നേരം ഒരു വാക്കിങ്ങിന് വിളിച്ചുകൊണ്ടു. അങ്ങനെ അവർ തമ്മിൽ കടൽ തീരൂടെ സംസാരിച്ച് നടക്കും. അവളാണെങ്കിൽ ഇവനോട് പറയും അവൾക്ക് വേറൊരു ബോയ് ഫ്രണ്ടുള്ള കാര്യമൊക്കെ പറയും. ഇവനെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊക്കെ ആണെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പോടെ കൂടി കറങ്ങിയടിച്ച് നടക്കും. അതിൻ്റെ ഇടയിലാണ് പതിയെ അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടത്തിലാവും. പിന്നീട് അവർ നേരെ ഹോട്ടൽ റൂമിലേക്ക് വരും. അങ്ങനെ ആൻഡ്രോ ആണെങ്കിൽ അന്ന് രാത്രി ഫുൾ അവളുടെ കൂടെ അവിടെ കിടക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൻഡ്രോ ആണെങ്കിൽ വളരെ സന്തോഷത്തിലായിരുന്നു. തലേദിവസം രാത്രി നടന്നതിനെ പറ്റിയൊക്കെ ഓർക്കും. അങ്ങനെ അവൾ വെളിയിൽ വരുമ്പോഴാണ് അവൾ അനമോനെ നിൽക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ നല്ല വിഷമത്തിലായിരുന്നു. അങ്ങനെ അവൾ പറയും അവൾ രാത്രി നടന്നത് കുറ്റബോധമാണ്, കാരണം അവളുടെ ബോയ് ഫ്രണ്ടിനെ ചതിച്ചെന്നൊക്കെ. അങ്ങനെ അവൾ ആൻഡ്രോനോട് നമുക്ക് പിരിഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് അവളങ്ങ് പോകും. അങ്ങനെ ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ ആൻഡ്രോ വീണ്ടും ഡബിൾ ഡിപ്രഷനിലാവും. അങ്ങനെ അവൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് റമോനയുടെ മെസ്സേജ് വരുന്നത് അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവനാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും കഴിഞ്ഞ ദിവസം അടിയുണ്ടാക്കിയ കേസൊക്കെയായിരുന്നു അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ തമ്മിൽ വീണ്ടും ഒരു വാക്കുതർക്കം അവിടെ ഉണ്ടായിട്ട് അവൻ തിരിച്ചിറങ്ങിപ്പോരും. അങ്ങനെ അവൻ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ വീണ്ടും അവൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അവൻ്റെ അമ്മയാണെങ്കിൽ ഇവനോട് അനമോനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞ് പുഷ് ചെയ്തുകൊണ്ടിരിക്കും.
അങ്ങനെ ഇവനാണെങ്കിൽ അനമോനെ രണ്ടാമത് വിളിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് അവളെ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ അവളും അവൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ പറയും അവളുടെ കൂടെ തന്നെ 2 ദിവസം പോകാൻ പറയും. അങ്ങനെ അവൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ അവളുടെ കൂടെ 2 ദിവസം കറങ്ങാൻ പോകും. അങ്ങനെ 2 ദിവസം അവർ തമ്മിൽ ഒരുപാട് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്ത് ഒരുപാട് ആഘോഷിച്ച് ഒരുമിച്ച് രാത്രി കിടന്ന് അങ്ങനെ ഒരു സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ആകുമ്പോഴാണ് പെട്ടെന്ന് അനമോനയ്ക്ക് വീണ്ടും അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി ചിന്ത വരുന്നത്. എന്താ പറയുക, അവളുടെ ബോയ് ഫ്രണ്ടിനെ ചതിച്ച് ഇവൻ്റെ കൂടെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഇവനെ ഇട്ടിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ പോകും. അങ്ങനെ ആൻഡ്രൂ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് വന്നിരിക്കും. കാരണം അവന് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. കാരണം സ്കൂളിലാണെങ്കിൽ ഇവനെ റമോനേനെയും പറ്റി ഓരോ അപവാദങ്ങളൊക്കെ കൂട്ടുകാർ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ ക്യാരക്ടർ മാറ്റണമെന്ന് തീരുമാനിക്കും. അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആൻഡ്രൂ ആണെങ്കിൽ പിറ്റേ ദിവസം കോളേജ് ക്യാൻറ്റീനിലേക്ക് കയറിച്ചില്ലും. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം ഇവനെ നോക്കിക്കും. കാരണം ഇവൻ ഫുള്ളി ചേഞ്ച് ആയി പോയായിരുന്നു. അങ്ങനെ ഇവൻ പുറകെ നടന്ന റമോനെ പോലും ഇവൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ഇവനോട് വന്ന് സംസാരിക്കാൻ നേരത്തെ ഇവൻ ഒറ്റയടിക്ക് അവളെ വളച്ചെടുക്കും. അതിനുശേഷം അവൾക്ക് ഒരു ഉമ്മയും കൂടെ കൊടുത്ത ശേഷം ഇവനങ്ങ് പോകും. പിന്നീട് ഇവൻ സ്കൂളിൽ കൂടെ എവിടെ പോയാലും അവളാണെങ്കിൽ ഇവൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ആൻഡ്രൂ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെ ഇടയ്ക്ക് ക്ലാസ്സിൽ വെച്ച് തല്ലിയ കൂട്ടുകാരോട് പകരം വീട്ടാനായിരുന്നു. അതിനുവേണ്ടി ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും വണ്ണം കൂടിയ ഒരു പെൺകുട്ടിയുണ്ട്. അവളോട് അവൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ച് ആ പെൺകുട്ടിയാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ ചെന്ന് പ്രപ്പോസ് ചെയ്യും. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ നിരസിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവനെ എടുത്തിട്ട് അവിടെ ഇട്ടിരിക്കും. അങ്ങനെ അവൻ തല്ലിയാനുള്ള പകരം ഇവൻ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കും. അങ്ങനെ പ്രതികാരമൊക്കെ വീട്ടിൽ സന്തോഷിച്ചിരുന്നിട്ടാണ് പിന്നീട് റമോനയുടെ കൂടെ അവനൊരു ഡേറ്റിങ്ങിന് പോകുന്നത്. അതിനുവേണ്ടി അവരാണെങ്കിൽ ഒരു ഓൾഡ് ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് പോകും. അങ്ങനെ അതിൻ്റെ മുകളിൽ ചെന്ന ശേഷം അവർ വൈനും കുടിച്ച് ആ സിറ്റിയുടെ ഭംഗി ആസ്വദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻഡ്രൂ പതി അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ അത് കേൾക്കിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു മൂഡ് ഓഫ് തോന്നും. കാരണം അവൾക്കാണെങ്കിൽ ലവിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എന്നിട്ട് അവൾ അവനോട് പറയും എല്ലാ ആണുങ്ങളും ഏറ്റവും അവസാനം ഒരുപോലെയാണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ടാണ് അവൻ പതി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവൾ അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ അവളോട് ബന്ധപ്പെടാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്നാണെങ്കിൽ അവനത് നിരസിക്കും. കാരണം അവനാണെങ്കിൽ ഇവളോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ബാക്കിയുള്ള ആണുങ്ങളെ പോലെ ഇവളെ ഉപയോഗിച്ചിട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവൻ അവളോട് കാര്യം പറയുമ്പോഴാണ് അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അവനെ കയറി കടിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് അവൾക്ക് കുറ്റബോധമൊക്കെ വന്നിട്ട് അവനോട് വന്ന് മാപ്പ് പറയും തലേദിവസം നടന്നതിനെ പറ്റിയൊക്കെ. അങ്ങനെ ഏറ്റവും അവസാനം റമോനെ ആണെങ്കിൽ അവൻ്റെ ഇഷ്ടം സമ്മതിക്കും. അങ്ങനെ അവർ തമ്മിൽ കാമുകന്മാരായിട്ട് മാറും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ വെച്ച് അവർ തമ്മിൽ ഹാപ്പിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അങ്ങനെ പെട്ടെന്നൊരു സമയമാണ് ആൻഡ്രൂവിന് വീണ്ടും അനമോനെ തന്നെ മെസ്സേജ് വരുന്നത് ഉടനെ കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവനാണെങ്കിൽ അവളെ കാണാൻ പോകാൻ വേണ്ടി റമോനോട് എന്ത് എക്സ്ക്യൂസ് പറയുമെന്ന് ഇങ്ങനെ ഓർത്ത് നിൽക്കും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ഉള്ള സത്യം തന്നെ പറയും. അന്നേരം റമോനെ ഓർക്ക് ഇവൻ ജോക്ക് അടിക്കുന്നതാണെന്ന് ഓർത്ത് പൊക്കോളാൻ പറയും. അങ്ങനെ ഇവനാണെങ്കിൽ നേരെ അനമോനെ കാണാൻ ചെല്ലും. അവർ തമ്മിലാണെങ്കിൽ ഒന്ന് ഉമ്മ വെക്കും. അതിനുശേഷം ഒന്നും ചിന്തിക്കാതെ നേരെ ആൻഡ്രൂവിൻ്റെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും കൂടെ വരും. അങ്ങനെ അവിടെ വന്ന് അവൻ്റെ അമ്മയോടൊക്കെ സംസാരിച്ച ശേഷം അന്ന് രാത്രി അവരവിടെ തങ്ങും. അങ്ങനെ രാത്രി അവർ തമ്മിൽ ബന്ധപ്പെട്ട ശേഷം അവർ തമ്മിൽ ശരിക്കും ഇഷ്ടത്തിലാവും. അന്നേരമാണ് റമോനെ വീണ്ടും വീടിൻ്റെ വെളിയിൽ വരുന്നത്. അങ്ങനെ ആൻഡ്രൂ ആണെങ്കിൽ റമോനെ കാണാൻ ചെല്ലും. അവളാണെങ്കിൽ വീണ്ടും അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പം അവനാണെങ്കിൽ അന്നേരം ഒരു തീരുമാനം എടുക്കും, ഇവർ രണ്ടുപേരും ഒരാളെ തീരുമാനിക്കണമെന്ന്. അങ്ങനെ അവൻ റമോനെ ഒഴിവാക്കിയിട്ട് തിരിച്ചകത്തേക്ക് വന്ന അനമോനയുടെ കൂടെ തന്നെ ഇരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാണ് പിന്നീട് ഒരു ദിവസം ബാറിലേക്ക് ചെല്ലുമ്പം അവിടെ റമോനെ കാണുന്നത്. അങ്ങനെ അവിടെ വെച്ചാണെങ്കിൽ റമോനെ ആൻഡ്രൂനോട് പറയും അവർ തമ്മിൽ വീണ്ടും ഇനി ഒന്നുകൂടെ ഡേറ്റ് ചെയ്താലും ചോദിക്കും. അപ്പോൾ ആൻഡ്രൂ ആണെങ്കിൽ ഈ ടൈമിൽ അനമോനയുമായിട്ട് റിലേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ റമോനെ ഒഴിവാക്കാൻ വേണ്ടി നോക്കും. അന്നേരമാണ് അവൾ നിർബന്ധിച്ച് അവനോട് കാറിൽ ഒരു റൈഡിന് വരാൻ പറയുന്നത്. അങ്ങനെ അവൻ അവളുടെ കൂടെ കാറിൽ പോകും. അങ്ങനെ കാറ് വെച്ചാണ് റൊമാന അവളുടെ കാര്യങ്ങളൊക്കെ പറയും. അവൾ കെട്ടാൻ പോകുന്നവൻ നല്ല റിച്ചാണ്, അവൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ മേടിച്ച് തരും. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ അവളെ തൃപ്തിപ്പെടുത്താൻ അവന് പറ്റുന്നില്ലെന്ന് പറയും. അത് ആൻഡ്രൂവിന് മാത്രമേ പറ്റിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞ ശേഷം അവനുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ ആൻഡ്രൂ പിറ്റേ ദിവസം വീട്ടിൽ എത്തുമ്പോൾ അവൾ അനിമോനെ കാണുന്നില്ലായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ ലാപ്പിലേക്ക് അവനെ ഇട്ടിട്ട് പോകാമെന്നുള്ള മെസ്സേജ് അയച്ചായിരുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് അവളെന്തിനാ ഇങ്ങനെ ഇട്ടിട്ട് പോയെന്നോർത്ത് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നത്. അതിനവന് മനസ്സിലാവും റമോനെ വന്നിട്ട് അനമോനയോട് തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ 2 പെണ്ണുങ്ങളെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആ സിനിമ അവസാനിക്കും.